നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് ഈ പരിപാടിക്ക് ഈ മാമലനാടിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യം നന്ദി അറിയിക്കാം. ഇന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ നിങ്ങൾ ഈ ചെയ്തു പോകുന്ന ഒരു സൽക്കർമ്മം അത് സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒതുങ്ങരുത്. അത് കേരളം മൊത്തം മലയാളികളായ എല്ലാ ജനങ്ങളും അറിയണം. ഈ മാമലനാട് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരുപാട് ഭാരവാഹികളുണ്ട്. ആ ആളുകൾ ചെയ്യുന്ന നന്മകൾ പണ്ടൊക്കെ നമ്മൾ കേട്ടിണ്ടാവും, വലത്തെ കൈ കൊടുക്കണ ഇടത്തെ കൈ അറിയരുതെന്നു. ഞാൻ പല വേദികളിലും പറഞ്ഞാണ്, വലത്തെ കൈ കൊടുക്കണ ഇടത്തെ കൈയും അറിയണം, തൊട്ടപ്പുറത്തുള്ള കൈകളും അറിയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ജനങ്ങൾ എന്താ പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കുള്ളിൽ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും സമയമില്ല ആരെടുത്തു. സത്യത്തിൽ നിങ്ങളൊക്കെ എങ്ങനെ ഈ വീടും മക്കളെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അത്ഭുത. സത്യത്തിൽ ഇതൊക്കെ ഭയങ്കര അത്ഭുത. ആർക്കും ഇതിനൊന്നും സമയമില്ല. ഞാൻ ഈ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ കറങ്ങുന്നതാണ്, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും പോയി കറങ്ങുന്നതാണ്. ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ, ഇന്ത്യക്ക് അകത്തായിക്കോട്ടെ, യഥാർത്ഥത്തിൽ ഈ കേരളത്തിനെ പോലെ ഒരു സ്റ്റേറ്റ് ലോകത്ത് കാണാൻ കഴിയില്ല. നമുക്ക് മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് ഒരു ആവലാതിയും ഓരെ പറ്റി ചിന്ത ഉള്ള മനുഷ്യരാണ് നമ്മളെ മാതൃക ആക്കാൻ പല ആളുകളും മുന്നോട്ട് വന്ന ഒരു കാലഘട്ടമാണിത്. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ സ്ഥലത്തുള്ളവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് മലയാളികളെ പറ്റി നല്ല അഭിപ്രായമുള്ള ഒരു സമയമാണ്. നമ്മളത് പല ഘട്ടങ്ങളിലും തെളിയിച്ചതാണ്. നമ്മൾ ശിരൂര് വിഷയമായിക്കോട്ടെ, സാധാരണ ഒരാൾ ഇങ്ങനെ ഒരു ചെറിയൊരു അപകടം നടന്നു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞ് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. നമ്മൾ അവിടെ ഒറ്റക്കെട്ടായി മലയാളികൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ എന്താക്കി ഓൻ്റെ വീട്ടിലെത്തിച്ച്. അത് മലയാളികളുടെ ഒത്തൊരുമാണ്. ഇവിടെ വർഗീയ കലാപങ്ങൾ നടക്കാറില്ല, സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവന് വിശന്ന് വരുന്ന ഒരാൾ ഓൻ്റെ മതം ഏതാന്ന് നോക്കാതെ അവനെ നമ്മൾ ഊട്ടിയിട്ടേ നമുക്ക് പരിചയമുള്ളൂ. അത് എല്ലാ സ്ഥലത്തും ഇല്ല. മറ്റുള്ള എല്ലാ സ്ഥലത്തും ഇടുങ്ങിയ ഒരു ചിന്താഗതിയാണ്. ലോകത്തേക്ക് മാതൃക ആവാൻ പറ്റിയ ഒരാളുകളാണ് നമ്മൾ. ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് നമ്മൾ. അത് നമ്മൾ തന്നെ ആദ്യം തിരിച്ചറിയണം. നമ്മളെ വില നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തി ഈ മാമലനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘടനന്റെ ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ ഈ ആളുകൾക്ക് വിശന്ന് നിൽക്കണ ഒരുപാട് ആളുകൾ, ചില ആളുകൾക്കൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം അതൊരു വലിയ വിഷയമാണ്. അവർക്ക് ഈ അഭിമാനം കാരണം അവർ വീട്ടിൽ പട്ടിണി അയക്കും, പക്ഷെ അത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കാൻ അവർക്ക് ഭയമായിരിക്കും, നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ചിലപ്പം മൗനം പാലിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ കണ്ടെത്തി നിങ്ങൾ ഓരോ വീട്ടിൽ ഭക്ഷണം എത്തിച്ച് ഈ ദൈവത്തിന്റെ ഇടനിലക്കാര്. ദൈവം നിങ്ങളിലൂടെ എന്താക്കുകയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ. ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ട് സഹായിച്ചതായിട്ടൊന്നും ഉണ്ടാവില്ല. ദൈവം ആരെങ്കിലും കാണുകയ്യ. അത് ഏത് മതത്തിലായിക്കോട്ടെ, അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യനിലായിക്കോട്ടെ, ദൈവം ഓരോരുത്തരെ നിയോഗിക്കും ഓരോ കാര്യത്തിൽ. നിങ്ങളെ നിയോഗമാണ് സത്യത്തിൽ ഈ ദൗത്യം. ഒരാളെ വയറ് നിറയ്ക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പട്ടിണി കിടന്നതാണ്. പല സന്ദർഭത്തിലും പട്ടിണി കിടന്നാണ്. ശിരൂരിലും ഞാൻ പട്ടിണി കിടന്നാണ്. അതുപോലെ തന്നെ ഞാൻ പല പ്രയാസങ്ങൾ അനുഭവിച്ച ഒരുപാട് ദിവസങ്ങൾ ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ നിന്ന സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പിന്റെ വില എനിക്ക് അറിയുന്നതുകൊണ്ട് പറയാണ്, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാത്ത ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങളെ ഈ പ്രവൃത്തിക്ക് ഉണ്ടാവുക. കാരണം എന്താ പറഞ്ഞാൽ ആ വീട്ടിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടണത് ദൈവത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പുണ്യം കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന ആളെടുത്ത് നിങ്ങൾ പുണ്യം പ്രതീക്ഷിക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വഴി കേൾക്കേണ്ടി വന്ന ആൾ കൂടിയാണ് ഞാനൊന്നും ശ്രദ്ധിക്കില്ല. ഞാൻ എൻ്റെ പണി എടുത്ത് പോവുക ചെയ്യുക. എന്നാലും നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് ഞാൻ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇതിനെക്കൊണ്ട് ചിലപ്പം ഈ ഭൂമിയിൽ നിങ്ങളെ ആരും അംഗീകരിച്ചോളണമെന്നില്ല. ഒരു അംഗീകാരവും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ ഇതിനിറങ്ങിയതെന്ന് അറിയാം. എന്നാലും എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയാം. ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു 1.5 കൊല്ലം മുന്നേ പെട്ടെന്ന് സുപ്രഭാതത്തിൽ 2 യൂട്യൂബർമാർ വന്ന് പറഞ്ഞ് വയനാട്ടിൽ ഒരു കുട്ടി വിളിച്ചിന്, വീട്ടിൽ പട്ടിണിയാണ്, ഒന്ന് അവിടെ വരെ വരാൻ പറ്റുമോ? ഭക്ഷണമില്ല, എത്രയോ ദിവസമായി വീട്ടിൽ ഭക്ഷണം ഇല്ലാതെ പട്ടിണിയാണ്. ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്ത് ഒരു പലചരക്ക് കടക്കാരുണ്ട്, ഞാൻ അവനെ വിളിച്ചു പറഞ്ഞ് ഒരു മാസത്തേക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനം വേണ്ടി വരും മൊത്തം പാക്ക് ചെയ്താണ്. ഒരു ചാക്ക് അരിയും അങ്ങനെ എല്ലാം പാക്ക് ചെയ്താണ്. ഞാൻ കാറായിട്ട് വരുന്നുണ്ട്, വണ്ടിയിലേക്ക് ഒന്ന് വെച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുമായിട്ട് പോയി.
അപ്പൊ ആ യാത്രയിൽ ഞാൻ എൻ്റെ ഈ യൂട്യൂബർ സുഹൃത്തുക്കളോട് പറഞ്ഞു, എങ്ങാനും ഓല് കള്ളത്തറ പറയണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അരിയും പഞ്ചസാരയും സാധനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പോവാറ്. അവിടെ എത്തിയപ്പം പെട്ടെന്ന് ഒരു ചിക്കൻ കട കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് 2 കിലോ ചിക്കൻ വാങ്ങി. ഇനി അത് കൊടുത്തു പോരാ, 2 കിലോ ചിക്കനും വാങ്ങി. ആ രാത്രിയായി വീട്ടിലെത്തുമ്പോൾ അവിടെയുള്ള പരിസരത്തുള്ള കുറച്ച് ചെറുപ്പക്കാരൊക്കെ ആ കടയിൽ നിന്നൊക്കെ ഒപ്പിച്ച് ആ വീട്ടിൽ പോയി. ഞാൻ ആ വീട്ടിലെ സംസാരത്തിൻ്റെ ഇടയിൽ കയറി അങ്ങനെ സംസാരിച്ച്. അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞെന്താ, മനാഫ്ക നിങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തും കൊടുക്കുമ്പോൾ നിങ്ങൾ കയറി വരുന്നേ. ഞാൻ ഒരുപാട് നേരം വയ്ക്കുന്നു എത്തുമ്പോൾ, രാത്രി ഒരു 10 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭം എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു കഥയാണ്. അങ്ങനെ ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഇവരോട് സംസാരിച്ച് ഇങ്ങനെ ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വല്ല കിച്ചണിൽ കയറി പാത്രങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു ഭക്ഷണവും ഇല്ലേനു. അപ്പോൾ എനിക്ക് ഉറപ്പായി പിന്നെ ഒരു കുട്ടി എന്തായാലും കള്ളത്തരം പറയില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മ മാത്രം ആത്മഹത്യ ചെയ്യാന്ന് അമ്മ പറയണ്. മക്കൾ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി 3 ആൾക്കും കൂടി ആത്മഹത്യ ചെയ്യാം, 3 കുട്ടികളെയും കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞിട്ട് വലിയ ഡിസ്കഷൻ ഇതാ. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭക്ഷണം കൊടുത്തതിന് പുറമെ അന്ന് ഞാൻ വളരെ സാമ്പത്തികമായിട്ട് ക്ഷീണത്തിൽ നിൽക്കുന്ന സമയമായിട്ട് പോലും ഞാൻ ഒരു കട വെച്ചു കൊടുത്തു അവർക്ക്. പിന്നീട് ഏതോ ഒരു സമയത്ത് അവർക്ക് ഭയങ്കര ലാഭം കിട്ടി, സുഖമായി ജീവിക്കാൻ തുടങ്ങി. ദിവസം 2000 രൂപയോ 1500 രൂപയോ പ്രോഫിറ്റ് വരെ കിട്ടാൻ തുടങ്ങി, സുഖമായി ജീവിക്കുന്നുണ്ട്. ഏതോ ഒരു യൂട്യൂബർ ചെന്നപ്പോൾ ഞാൻ ആ കടയിൽ അത്രയും സാധനം ചെയ്തു കൊടുത്തിട്ട് ഒരു തട്ട് വെച്ചു കൊടുത്തില്ല എന്നുള്ള പരാതിക്ക് ആ യൂട്യൂബറോട് പറയാണ്, ഇനി മനാഫ് ഖാനെ അനുകൂലിച്ച് ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ മനാഫ് ഖാക്ക് എതിരെ മോശം പറയേണ്ടി വരും. ഞാൻ ഏത് സാഹചര്യത്തിലാണ് അവരെ സഹായിച്ചത്? ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക രാത്രി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിന് സത്യത്തിൽ എനിക്ക് ആ കട വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു യൂറോപ്പിൽ നിന്ന് ഒരാൾ വിളിച്ച് ആ വീഡിയോ കണ്ടിട്ട്, നിങ്ങൾ മുന്നിൽ നിന്നിട്ട് കട വെച്ചൊടുക്കി, നമ്മൾ പൈസ ഇറക്കിക്കൊള്ളാർ, അതാ സത്യം. അങ്ങനെ ഞാൻ വലിയൊരു ഓർഡറൊക്കെ കൊടുത്ത് കട വന്ന് 1.25 ലക്ഷം റുപ്യ ചിലവായി കടക്ക്. ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഈ യൂറോപ്പിലേക്ക് ആളെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ രാത്രി തരിപ്പിന്റെ പുറത്ത് 2 വിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനെന്തോ പറഞ്ഞു പോയത്, നിങ്ങളാക്കെ കാര്യമാക്കാണോ? രാവിലെ ആകുമ്പോൾ ആ പെണ്ണുങ്ങൾ വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്, രാവിലെ ആകുമ്പോൾ കട ഉദ്ഘാടനം കഴിക്കണം. ഞാൻ പറയാണ്, നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയത് എന്താണ്? ആ പെണ്ണുങ്ങൾ പറയാണ്, ഇനി മനാഫ് ഖാൻ അനുകൂലിച്ച് ആരെങ്കിലും ഇവിടെ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എതിര് പറയുന്നു. അപ്പൊ മനുഷ്യർ ഇത്രേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങളെ പിൻവലിക്കരുത്. അതായത് നിങ്ങളെ എന്താണോ ദൗത്യത്തിന് നിങ്ങൾ പോകുന്നത് ആ ദൗത്യത്തിൽ നിങ്ങൾ പിന്മാറരുത്. അതാ ഞാൻ പറഞ്ഞു തന്നെ. നമ്മളെ പണി എടുത്തുകൊണ്ടിരിക്കുക, കുറ്റം പറയാൻ 100 ആളുണ്ടാവും. നമ്മളെ പണി എടുക്കുക, ഇവിടുത്തെ പ്രതീക്ഷയിലല്ലാലോ ഒന്നും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആളുകളോട് ഇനി മുന്നോട്ട് പോവുക. ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ മാമലനാട് എന്ന് പറഞ്ഞ സംഘടന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.